ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. സഖികളെ ജ്വാലാമുഖികളെ നീല നിരയുടെ സഖികളെ ജ്വാലാമുഖികളെ. ഇത്രയും നാളും ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. തുടങ്ങിയ വീണ്ടും എന്ത് ശല്യം ഉണ്ടായിരുന്നല്ലോ? നിന്റെ പാട്ട് ചേച്ചി അങ്ങനെ പ്രശ്നമുള്ള ചേച്ചി ഒരു മനുഷ്യനെ വീട്ടിൽ പാടാൻ പറ്റൂലേ? ചേട്ടാ ഇത് പാട്ടുകാർ മാത്രമേ പാടിയേ ശരിയാവത്തുള്ളൂ. ഓയ്യോ സിദ്ധുളി വരുമല്ലോ, അപ്പൊ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. സിദ്ധുളിന്റെ പാട്ടിന് എന്താ കുഴപ്പം? അയ്യോ അയ്യോ കേട്ട് കൊടുത്തേച്ചാലും മതി. ചേച്ചി യശോട വഴക്ക് പറയാതെ, യശോടൻ പാടുന്ന പാട്ടിനെ പ്രത്യേക സുഖ. അതെ അതെ ഭയങ്കര സുഖ. എന്ത് പറഞ്ഞു? ചേട്ടൻ പാടുന്ന പാട്ടിന് ഒരു പ്രത്യേക സുഖമാണ്. പ്രത്യേക സുഖമാണോ? എന്നാലേ നീ കേട്ടിട്ട് പോയാ മതി. പാടി. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. മതിയട നിർത്ത്. എന്തായാലും നിർത്ത. എന്തു ആടെ ഈ രാവിലെ തന്നെ കാളരാഗം? ഓ എന്താടി എന്റെ എന്റെ പാട്ടിന് എന്തൊരു പ്രശ്നം? നല്ല ബോറായിട്ടുണ്ട്. വേറെന്താ പ്രശ്നം? അത് തന്നെ. ഞാൻ ഒന്നും പറയണില്ല. പോടി പോയി. ഞാൻ എന്തിനു പറയാ? നീ ഇറങ്ങിപ്പോ. ആ ചേച്ചി, ഞാൻ ചേച്ചി എടുത്തൊരു കാര്യം പറയണോന്ന് വിചാരിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ചുമ്മാ ഞാൻ ഓരോന്ന് പറഞ്ഞ് മൊത്തം തെറ്റിച്ചത്. പിന്നെ എന്ത് ചേച്ചി ഇങ്ങനെ തന്നെയാണ്? തോം തരോ മതിയാ. കൂറ സാധനം കേട്ടാ, വെറും കൂറ, ഫസ്റ്റ് ക്ലാസ് കൂറ. ആണാ? ഇതിനും കൂറയാണ് നിന്റെ പാട്ട്. എന്ത് പിന്നെയും വിഷയത്തിൽ നിന്ന് വൈദ്യുമാറി പോണു. പറയണ കാര്യം അങ്ങോട്ട് കേക്കുക. നീ തെളിച്ച് പറ, എന്നാ ഞാൻ കേൾക്കാം. ആ സംഭവമൊന്നുമില്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ. ഈ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് എപ്പോ നിൽക്കുന്നോ അപ്പൊ നമ്മുടെ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്ത് പ്ലാൻ? നമ്മൾ പറഞ്ഞില്ലായിരുന്ന ഇവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്യണ പരിപാടി, പിന്നെ ഈ ലോണൊക്കെ കുറച്ചുകൂടെ നന്നായി എടുക്കണ പരിപാടി. എനിക്ക് ഓർമ്മയുണ്ട്. ആ തറയിൽ ടൈലിടുന്നു, അതൊക്കെ തന്നെ. അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനും അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എല്ലാ കാര്യവും എല്ലാരും അറിയിച്ചോണ്ട് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കാഷ്വൽ ആയിട്ട് സംസാരിച്ചു. അതിനിപ്പോ എന്ത് പ്രശ്നം? ഇവിടെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്റെ സമ്മതം കൂടെ വേണം, അതറിയാലോ. പറയേ നിർത്തിക്കോ കേട്ടാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. എന്താണ് കൊച്ചുറങ്ങിയത് തെറ്റ്? ഇതേ ഞങ്ങളെ കൂടെ വീടാണ്. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. എന്താണ് എന്റെ പ്രശ്നം? ഞാൻ ലജ്ജചന്ദ്രി വീട് പൊളിച്ചോണ്ടങ്ങ് പോവാൻ പോണോ? വീട് പൊളിക്കാൻ ഇങ്ങോട്ട് വാ. എന്തോ ഇത് ഇതാണ് പറയണ. അർഹിക്കാത്തവർക്ക് അർഹിക്കാത്തത് കിട്ടിയ അതൊരു മഹാദുരന്തോ. ഇതുപോലെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ 4 പേരും കൂടെ അമ്മായിയുടെ പേർക്ക് ഈ വീടങ്ങ് എഴുതി തരട്ടെ. അമ്മയാകുമ്പോ എല്ലാം അർഹിക്കുന്ന ആളാണ്. ഇത്രയും വലിയ വീട് നിങ്ങൾക്ക് നോക്കി നടത്താൻ പറ്റണില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നോക്കിക്കോളാം. അത് പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങളൊരു ബാധ്യതയായിട്ട് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? തന്നെടേ പാവങ്ങളെ നിങ്ങൾക്കിപ്പം പുച്ഛം. ഇന്നലെ വരെ തോളോട് തോള് നിന്ന ടീമാണ്. സാരമില്ല, നിങ്ങളിപ്പോ കോടീശ്വരന്മാരാണല്ലോ. ഇതൊക്കെ കാലത്തിന്റെ ഓരോ വികലമായ തീരുമാനങ്ങളല്ലേ. അങ്ങനെ അമ്മായിയേ നർമ്മത്തിലൂടെ നർമ്മത്തിലിട്ട് കുത്തല്ലേ കേട്ടോ. അതൊക്കെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ വീട് നമ്മുടെ പേരിലോട്ടായല്ലോ. ആയല്ലോ. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട ചടങ്ങ് എന്താണ്? എന്താണ്? വീടിനൊരു പേരിടണ്ടേ? അത്യാവശ്യം ഒരു കാര്യല്ലേ? പിന്നെ ഞാനിപ്പോ പേരടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, കിട്ടും. ഓ ഞാൻ വിചാരിച്ച ഞാൻ മാത്രമാണ് ഐഡിയയെ പറ്റി ആദ്യം ചിന്തിച്ചതെന്ന്. അപ്പോഴേക്കും എല്ലാം കൊണ്ടൊക്കെ ചെയ്തല്ലേ? അല്ലെ നെയിം പ്ലേറ്റ് വന്നിട്ട് സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം വെറുതെ ഒരു സീനാണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പോഴും സീൻ ഉണ്ടല്ലോ. ഇനി മേല ചോദിക്കാതെയും പറയാതെ ഓരോന്ന് ചെയ്താണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എനിക്കത് തന്നെ പറയാനുള്ളേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.